ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നതും കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കിച്ചൺ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിന് ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ നിൽക്കിയാൽ മാത്രമേ ഞാൻ ഇനി എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അടിപൊളി ടിപ്സായിട്ടാണ് ഇന്ന് അമ്മ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേങ്ങ നമുക്ക് ഉടയ്ക്കുമ്പം നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണ് അമ്മ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ തേങ്ങയുടെ 3 കണ്ണ് കണ്ടോ? അപ്പോൾ മുള വരുന്ന കണ്ണെന്ന് പറഞ്ഞാൽ ഇച്ചിരി മുഴച്ചിരിക്കും. 3 കണ്ണിനകത്ത് അതായിരിക്കും മുഴച്ചിരിക്കുന്നത്. ആ കണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ വരിപ്പിൽ നിന്ന് ആ വര കണ്ടില്ലേ, ആ വരയിൽ നിന്ന് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ ആയിട്ട് കറക്റ്റായിട്ട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ രണ്ടായിട്ട് മുറിഞ്ഞു വരും. ഇത് കണ്ടോ, ഒറ്റ തട്ടിന് മുറിഞ്ഞു വന്നു. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഏത് കാപ്പിപ്പൊടിയും നെസ്കഫിയോ ബ്രൂവോ നമ്മളത് ഒരു പ്രാവശ്യം പൊട്ടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ അതിനകത്ത് പ്ലാസ്റ്റിക് സ്പൂൺ മാത്രം യൂസ് ചെയ്യുക, സ്റ്റീൽ സ്പൂൺ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കാപ്പിപ്പൊടി കിട്ടും, കട്ട കുത്താതെ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ നമുക്കിതുപോലെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആദ്യത്തെ 2 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായിട്ടായി ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം. നമുക്ക് ചക്കയുടെ സീസൺ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇഷ്ടംമാതിരി ചക്ക കിട്ടും. അതിന് ശേഷം നമുക്ക് ചക്ക കിട്ടത്തുമില്ല, പിന്നെ അടുത്ത കൊല്ലമാവണം അല്ലേ. ഈ ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷം മുഴുവനും നിങ്ങൾക്ക് ചക്കയുടെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ചക്ക കിട്ടുമ്പോൾ, പച്ചച്ചക്ക കിട്ടുമ്പം ഇതുപോലെ അരിഞ്ഞ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, ഇപ്പം വേവിക്കാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അരിഞ്ഞ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് സീൽ ചെയ്ത് സൂക്ഷിക്കാൻ, ഫ്രീസറിൽ സൂക്ഷിക്കാൻ വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് ചക്ക യൂസ് ചെയ്യാൻ പറ്റും, പച്ചച്ചക്ക യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇതുപോലത്തെ നല്ല കട്ട തൈര് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നാണ് ഉള്ളതാണ് അടുത്ത ടിപ്പ്. അപ്പോൾ അതിന് നമ്മൾ പാല് കാച്ചുമ്പം 1 സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് പാല് കാച്ചാൻ ശ്രമിക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉറയൊഴിച്ച ശേഷം നമ്മൾ ഇളം ചൂട് പാലാണ് നമ്മൾ ഉറയൊഴിക്കുന്നത്. ഇതുപോലെ നല്ലപോലെ ആറ്റി പതപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുക നല്ലപോലെ. അതിനുശേഷം ഒരു ഗ്ലാസ് പാത്രത്തിനകത്ത് നല്ല ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല കട്ട തൈര് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി 5ാമത്തെ ടിപ്പ്, അതായത് കത്തിക്ക് നൈഫ് ഷാർപ്നർ ഒന്നും ഇല്ലാത്തവർക്ക് എങ്ങനെ മൂർച്ച കൂട്ടാമെന്നാണ് എളുപ്പത്തിൽ. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സാൻഡ് പേപ്പർ എടുത്തിട്ട് 2 വശത്തും ഇതുപോലെ ഉരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിക്ക് നമുക്ക് മൂർച്ച കൂട്ടാൻ പറ്റുന്നതാണ്. അതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉരച്ചാൽ മതി. ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ കത്തിക്ക് നല്ല മൂർച്ച വരും, സൂപ്പറായിട്ട് മൂർച്ച വരും. അടിപൊളി ടിപ്പുകൾ ഇനിയും പുറകെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ടിപ്പ് നമ്പർ 6, മുരിങ്ങയ്ക്ക എങ്ങനെ കൂടുതൽ കാലം നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ടിപ്പ്. അപ്പോൾ മുരിങ്ങയ്ക്കയുടെ പുറന്തൊലി മുഴുവൻ നല്ലപോലെ ക്ലീൻ ചെയ്യുക, വെള്ളം തൊടിയിപ്പിക്കാതെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മുറിച്ച് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് എടുത്ത് വാഷ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ കാലം മുരിങ്ങയ്ക്ക സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയതായിട്ടൊരു പാത്രം മേടിച്ച് കഴിഞ്ഞാൽ അതിലുള്ള സ്റ്റിക്കർ ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ഇളക്കാമെന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് ആ പാത്രം തന്നെ നമ്മൾ നല്ലപോലെ ചൂടാക്കുക. ചൂടായ ശേഷം നമുക്കിതുപോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഇതുപോലെ അതിൻ്റെ പശ നല്ല കട്ടിക്കായിരിക്കും പശയുള്ളത്. ആ പശയും കൂടെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്, ആ പാട് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ അതിൽ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് സോപ്പിൽ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെറുതെ ഡിഷ് വാഷിൽ കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അടുത്ത ടിപ്പ്. ഇനി വരുന്നത് ടിപ്പ് നമ്പർ 8, അതായത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ കട്ട പിടിച്ചിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഉപ്പുമാവ്, ഇച്ചിരി ഹാർഡായിട്ടുള്ള ഉപ്പുമാവിനെ നമുക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആക്കാനുള്ള വിദ്യയായിട്ടാണ് വന്നേക്കുന്നത്. അതായത് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഈ ഉപ്പുമാവ് ഇട്ട് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സി അടിക്കുകയല്ല, 1-2 പ്രാവശ്യം ഒന്ന് പൾസ് എന്നുള്ള ബട്ടണില്ലേ അതിലൊന്ന് നെക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും ഇതുപോലെ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 8. ഇനിയിപ്പോൾ 2 ടിപ്പും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി 9ാമത്തെ ടിപ്പ് എന്നാന്ന് നോക്കിയിട്ട് വരാം.
അതായത് വെളിച്ചെണ്ണ നമ്മൾ കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അത് കനച്ചു പോവുക അല്ലെങ്കിൽ കേടായി പോവാന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് അതിനകത്ത് ഒരു പിടി കുരുമുളക് ഇട്ടാൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോൾ 13 കിലോ വെളിച്ചെണ്ണയുടെ കന്നാസാണ്. അതിനകത്ത് ഒരു പിടി കുരുമുളകാണ് അമ്മ ഇട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ അത് ആ കന്നാസിലെ വെളിച്ചെണ്ണ ഏകദേശം തീരാറായി എങ്കിൽ പോലും അതിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു ഉഗ്രൻ ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ടിപ്പാണ് ടിപ്പ് നമ്പർ 10. അതായത് കപ്പലണ്ടി വറുക്കാൻ വേണ്ടി ഇനി പൂഴിയൊന്നും വേണ്ട. ഇതുപോലെ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിനകത്തിട്ട് നമുക്കിതുപോലെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ പാകമെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഒരു കപ്പലണ്ടി എടുത്ത് പയ്യെ തൊലി പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ച് ഞരടി കഴിയുമ്പം തൊലി പൊളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പാകമാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കി അത് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കപ്പലണ്ടി ഉപ്പും സെപ്പറേറ്റ് ആക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കപ്പലണ്ടി വറുത്ത് തിന്നാവുന്നതാണ്. പൂഴിയൊന്നും അന്വേഷിച്ച് നടക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.